കാലം പോയൊരു പോക്കെ. പണ്ട് നമ്മുടെ രാജ്യത്ത് ജനങ്ങളെയൊക്കെ അടിമയാക്കി വരെ വെച്ചിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അഭിമാനം തോന്നുന്നു. പറഞ്ഞ ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ പഴയ സംഭവങ്ങൾ മനസ്സിൽ ഓർത്തതിന് ശേഷമാണ് ശരിക്കും ഈ വാർത്ത കേൾക്കേണ്ടത്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് പൈലറ്റുമാർക്ക് പരിശീലനം നൽകാനായി നമ്മുടെ ഇന്ത്യൻ വൈമാനികർ ആണെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ 2 വൈമാനികരെയാണ് UK അഭിമാനത്തോടു കൂടി അയക്കുന്നത്. ഈ ഒരു വാർത്ത കേട്ടിട്ട് ഇത് വെറും ഒരു പ്രതിരോധ സഹകരണം എന്നതിൽ മാത്രം നിർത്താൻ എനിക്ക് തോന്നുന്നില്ല. പഴയകാല സംഭവങ്ങളും നമ്മുടെ ഇന്ത്യ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നതും ഇപ്പോൾ നമ്മുടെ രാജ്യം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതും മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു വാർത്തയെ സമീപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു കോൺഫിഡൻസും അതിലുപരി വലിയൊരു അഭിമാനവും ഒക്കെയാണ്. വസ്തുത മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ഒരു സംഭവം നിലനിൽക്കുമെന്നതും എടുത്തു തന്നെ പറയണം. പണ്ടുകാലങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിലെ അംഗങ്ങൾ ബ്രിട്ടീഷ് മേൽനോട്ടത്തിൽ പരിശീലനം നേടിയ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ അഭിമാനത്തോടു കൂടി അയക്കുന്ന നമ്മുടെ വൈമാനികർ അവർക്ക് പരിശീലനം നൽകുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായി മാറുകയാണ് ഈ ഒരു വാർത്ത. ആംഗ്ലേസിയിലെ റോയൽ എയർഫോഴ്സ് വാലിയിൽ 4ാം നമ്പർ ഫ്ലൈയിങ് പരിശീലന സ്കൂളിലാണ് ഈ പരിശീലനം അരങ്ങേറുന്നത്. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർമാർ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ പൈലറ്റുമാർക്ക് BAE ഹോക്ക് T2 അല്ലെങ്കിൽ ടെക്സൺ T1 എന്ന വിമാനങ്ങളിലാകും പരിശീലനം നൽകുക. റോയൽ എയർഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലുള്ള ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഈ ഒരു കരാർ വലിയ പങ്ക് വഹിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. 2025 UKയും ഇന്ത്യയും തമ്മിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമുദ്ര അഭ്യാസം നടത്തിയിരുന്നു. അതിനു പിന്നാലെ രാജസ്ഥാനിൽ സംയുക്ത സൈനിക അഭ്യാസവും നടത്തിയിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഈ വലിയ വാർത്ത പുറത്തേക്ക് വരുന്നത്. എന്തായാലും രാജ്യം ഉയർച്ചയുടെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടന്റെ റോൾസ് റോയ്സും അതുപോലെ തന്നെ ഫ്രാൻസിന്റെ സഫ്രാനും ഇന്ത്യൻ മാർക്കറ്റിൽ വേരുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയുടെ വളർന്നു വരുന്ന മാർക്കറ്റിൽ അവർക്കുള്ള വിശ്വാസം എന്നത് വളരെ വലുതാണ്. ഇന്ത്യയെ വെറുമൊരു മാർക്കറ്റായി കാണാതെ 3ാമത് ഹോം മാർക്കറ്റായി കണക്കാക്കാനാണ് റോൾസ് റോയ്സ് ആഗ്രഹിക്കുന്നത്. അതുവഴി വലിയ തരത്തിലുള്ള പ്രൊഡക്ഷനുകളായിരിക്കും നടക്കുക. ഇതുവഴി നമ്മുടെ രാജ്യത്തെ AMCA ജെറ്റിനടക്കം ശക്തി നൽകുന്ന എഞ്ചിനുകൾ നമുക്ക് ലഭിക്കാനും വലിയ രീതിയിലുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.